ഇതെന്തോന്നു? ഷാജേട്ടാ കൊണ്ടുപോടാ അത്. ആ ഷാജേട്ടാ ദേ നോക്കി. ഒന്ന് നോക്കട്ടെ, അങ്ങ് തേച്ചോ. അല്ല ഷാജേട്ടാ ഇത് നോക്കി. ഇതായിരുന്നു നേരെ തൊണ്ടായിരുന്നു. ലോകമാണോ? എടാ ഇതെല്ലാം കൂടി അരച്ചിട്ടേ നടുവിന് പറ്റാനാന്നോ? അല്ല ഷാജേട്ടാ ഇതേതോ പുരാവസ്തു എന്ന് തോന്നുന്നു. ഇതേ നോക്കി, ഏതോ മഹാരാജാവിന്റെ പടമൊക്കെ ഉണ്ട്. അതല്ലടാ, ഇതുണ്ടാക്കിയ വൈദ്യന്റെ പടമെന്നാ തോന്നുന്നു. പാപ്പ അതിനകത്ത് 500 എഴുതേക്കണു. മിക്കവാറും 500 വർഷം പഴക്കമുള്ളായിരിക്കും. ഇനി വൈദ്യശാലയുടെ നമ്പരായിരിക്കും. വിളിച്ചു നോക്കിയാലോ? നീയൊക്കെ എന്ത് മണ്ടന്മാരാ. ഇത് കൊറേ പീസില്ലേ, ഇതെല്ലാം ചേർത്ത് വെച്ചിട്ട് പാപ്പന്റെ നടുവിൽ വെച്ചിട്ട് വെൽഡ് ചെയ്യാനുള്ള. നെഞ്ചത്ത് വെച്ച് വെൽഡ് ചെയ്യടാ. ഷാജേട്ടാ ആ ഫക്രൂനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. കിട്ടുകയല്ല, എല്ലാം കൂടി റേച്ചിൽ വെച്ചിട്ട് 15,000 രൂപ തുറച്ചപ്പോ മതിയായല്ലോ. ആറികള് പാപ്പ ആ കോപ്പ. ഷാജേട്ടാ ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും ഷാജേട്ടാ? എടുത്തു കൊടുക്കാം. എന്നാ പിന്നെ ഇരുമ്പിന് തന്നെ കൊടുക്കാം. ഇങ്ങേരെ നടുവേന കാരണം മനുഷ്യന് തലവേനയായിരുന്നു. ഒന്ന് വേഗം സാറേ, എനിക്ക് ഉറപ്പാ ആ പടം വലിക്കരുത് എന്റെ സാധനം കിട്ടി കാണും. അവന്മാരല്ലാതെ ആരും സ്റ്റേഷനിലുണ്ടായിരുന്നില്ല. അല്ലടാ? ആണോന്നോ? എടാ അവന്മാരോടെ കാണും. അവന്മാര് വീട്ടിൽ കാണും, അല്ലാണ്ട് അവിടെ പോനാ. നമുക്ക് വീട്ടിൽ ചെന്ന് ആ പാപ്പന്റെ തള്ളേനെ തട്ടിക്കൊണ്ടുവന്നാലാ? നല്ല ഐഡിയ. എന്താ പറഞ്ഞത്? തള്ളേനെ തട്ടിക്കൊണ്ടുവരാന്ന്. എന്നിട്ട് വേണം ആ തള്ള എന്റെ തലയിലാവാൻ. സാറേ എന്താ വരുന്നേ? പാപ്പന്റെ ചേട്ടന്റെ മോളാ. നമുക്ക് തള്ളയെ മാറ്റിട്ട് അവളെ അങ്ങ് പൊക്കിയാലോ? അത് കറക്റ്റാ സേവിയർ സാറേ. പെൺപിള്ളേരെ തട്ടിക്കൊണ്ടു വന്നു കഴിഞ്ഞാലേ ആരായാലും പട്ടി വരണ പോലെ പുറകെ കൂടി വരും. നാണക്കേട് പേടിച്ചു. എങ്ങനെ? എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് എങ്ങനെ ഒരു ചീള് കേസ് ഞാൻ ചെയ്യാൻ പോണേ. ടൈമില്ലാതെ പോയി. ഒരൊറ്റ കാര്യം കൊണ്ട് ചെയ്യുവാ. നിങ്ങൾ ചെല്ല്, അവളെ ഇങ്ങ് പൊക്കിക്കൊണ്ടുവാ. സോമ ഇത്തിരി കലിപ്പ് പിടിച്ചോ. ഈ ബാറ്ററിന്റെ പവർ എന്താണെന്ന് അവളിന്നറിയും. എടി കൊച്ച്, അത് ഈ ഒച്ചപ്പാടൊന്നും വേണ്ട. മര്യാദക്ക് ഒന്ന് ജീപ്പ് കയറിക്കോ. ബാക്കിയുള്ള കാര്യങ്ങൾ അതിനുശേഷം. എന്താ കേട്ടില്ലേ? സാത്താൻ സേവറാണ് വണ്ടിയിൽ. നീ എത്ര ഒച്ച വെച്ചാലും ഞങ്ങൾ കൊണ്ടുപോകും. അത് നിനക്ക് മാനക്കാരാണ്. അപ്പൊ എങ്ങനെ, തന്നെ കയറോ അതോ പൊക്കി കയറ്റണോ? എന്നാ ഇതെന്നെ മോനെ. വണ്ടി എടുത്ത പോരാളി, തല്ലിപ്പൊളി പാവനെ പോരാളി. അതെ, എനിക്ക് തോന്നുന്നത് 500 കൊല്ലം മുമ്പ് ഭരിച്ച ഏതോ സുൽത്താൻമാർ ഉപയോഗിച്ച നാണയങ്ങളുടെ ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ഏതായാലും 500 നില കാണുന്നേ. ഒരു 0 കൂടി കൂട്ടി 5000 തന്നെ. അയ്യോ 5000 ഒന്നും നടക്കുകയല്ലേക്കാ. കുറെ കാശ് കൊടുത്ത് മേടിച്ചാന്നേ. എന്നാ ഒരു കാര്യം ചെയ്യാം, കൊടുക്കുന്ന വില അങ്ങനെ എഴുതിയിട്ട്. അങ്ങനെ പറയരുത്. ഏതായാലും ഷാജും കൂട്ടരുത് വരെ വന്നതല്ലേ, വെറുതെ ആക്കണ്ട. ഒരു വില പറ. അതെ, വില എന്ന് പറയുമ്പോ ഒരു 1,00,000 രൂപ. അതെ. 1 ലക്ഷം കുറച്ച് കൂടുതലാ, അത് നടക്കൂല. എന്ത് പറയാനാ, ഞമ്മക്ക് ഈ പുരാവസ്തു പോലത്തെ പഴയ സാധനങ്ങളോട് കുറച്ച് മുഹബത്ത് കൂടുതലാണ്. എന്തെങ്കിലും ആട്ടെ, ഒരു 0 കൂടി 50,000 തന്നേക്കാം. എന്നാ പിന്നെ 2-3 പൂജ്യം കൂടി അങ്ങനെ ഇടുന്നേ. അതെ, പഠിക്കുന്ന കാലത്തെ ഷാജിയേട്ടന് പൂജ്യങ്ങളോട് അഗാധമായ പ്രണയം. ആണോ? അതിലെന്താ, 50,000 ഇപ്പൊ തന്നെ 3-4 പൂജ്യം അല്ലേ? 50,000 കുഴപ്പമില്ല. അല്ലയോ? തീർച്ചയായും. കുടിക്കേ. 1500 അല്ല. ശരി എന്നാ നോട്ട് നിരോധിച്ചുകൊണ്ട് ഒരു റിലാക്സേഷൻ ഉണ്ട്. ബാക്കി അച്ഛൻ എന്നാ ചെയ്യും പാപ്പ? അതിന് പാപ്പന്റെ കിഡ്നി വിൽക്കാലോ. അല്ല, ഇവന്റെ കിഡ്നി വിൽക്കാലോ. എന്റെയോ? അതൊക്കെ എപ്പോഴാ പോകണ? ഈ 15,000 രൂപ സാധനത്തിന് ഇയാൾ അതിനകത്ത് 50,000 രൂപ തന്നെ. ഇത് പുരാവസ്തു അല്ലെങ്കിലും സ്വർണ്ണം വല്ല ആണെങ്കിലും നോക്കിയാലോ? ഷാജിയേട്ടാ അത് പുരാവസ്തു തന്നെ, എനിക്ക് ഉറപ്പാ. ഞാൻ അത്ര ഡീൽ ചെയ്തിട്ടുള്ള പുരാവസ്തു. ആ മണ്ടനെ പറ്റിച്ച് നമ്മൾ കുറച്ച് കാശുണ്ടാക്കി വിചാരിച്ചാൽ മതി. അതെ, ആ പുരാവസ്ഥാനെക്കാട്ടും പഴയതല്ലേ പാപ്പന്റെ വണ്ടി. ഇത് കൊടുത്ത് എന്ത് കിട്ടും? എന്റെ നല്ല ചവിട്ട് കിട്ടും. നടന്നേ, പിള്ളേരെ ഇറക്കാൻ നോക്കാം. എന്നതാടാ ബാബാ
ലോനപ്പാ ഓല് പോയി കഴിഞ്ഞാൽ നമ്മൾ സ്പെഷ്യൽ വണ്ടി ഇറക്കണം. വിട്ടടിച്ച് നമുക്ക് എങ്ങനെയെങ്കിലും കോയമ്പത്തൂർ എത്തണം. അല്ലാ, നോട്ട് നിരോധനം വന്നപ്പോ എല്ലാം കഴിഞ്ഞെന്ന് വിചാരിച്ചാണ് ഈ അബ്ദുള്ള. പടച്ചോനെ, പിന്നെ ഈ പാവപ്പെട്ട കള്ളക്കാരനാണ് ഈ ഭാര്യ കോരി തരണ്ടല്ലോ അനുഗ്രഹം. അല്ലാ, ഡിസിപ്ലിൻ കുറവാണ്. എനിക്കും തോന്നി സാർ. നീ ഇന്ന് കുറെ കാര്യങ്ങൾ പഠിച്ചു. ശ്രദ്ധിച്ചിരുന്നാൽ നിന്നെ ഞാൻ വേറൊരു ഷമീറാക്കും. കമാൺ. തോൽവിയാവൂ. ആശാൻ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നു. സസ്പെൻഷൻ ലെറ്റർ ആയിരിക്കും സാർ. ആശാൻ എന്നെ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. സമയം മാറിയടോ. അതുകൊണ്ടാണ് വലിഞ്ഞു കയറിയിട്ടാണെങ്കിലും എനിക്ക് ഈ ഫോട്ടോയിൽ കയറി നിൽക്കാൻ തോന്നി. ഇനി വെച്ചടിക്ക് എനിക്ക് മാപ്പ് താൻ. കോപ്പ് തന്നടാ. എവിടെടാ കമ്മട്ടിപ്പാടം? കമ്മട്ടിപ്പാടോ? ഞാനിപ്പോ അയച്ചു തന്ന ഫോട്ടോയിൽ ആ കമ്മട്ടിപ്പാടം കൈമാറുമ്പോ നീ നെളിഞ്ഞു നിൽക്കുന്നുണ്ടല്ലോ. കേന്ദ്ര ഇന്റലിജൻസ് അയച്ചു തന്ന ഫോട്ടോയാണത്. സാർ, ഞാൻ ഒരക്ഷരം മിണ്ടി പോരുത്. ഒരു ടീം അവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. മര്യാദയ്ക്ക് സാധനം കടത്തിയവരെ വൈകുന്നേരത്തിനകം പിടിച്ചില്ലെങ്കിൽ നിന്റെ കാര്യം പോക്ക. കളിച്ച് കളിച്ച് രാജ്യദ്രോഹത്തിന് കൂട്ടു നിൽക്കുന്നോടാ റാസ്കൽ. എന്താണ് കമ്മട്ടിപ്പാടം? അത് ദുൽഖർ സൽമാന്റെ സിനിമയല്ലേ? അതെങ്ങനെയാണോ പെട്ടി കൊണ്ടുപോകുന്നേ? ഏത് പെട്ടി? ഈ തൊട്ടി പാപ്പന്റെ ഇരിക്കുന്ന ഈ പെട്ടി. അത് ചിലപ്പോ ഫിലിം പെട്ടിയായിരിക്കും. ഷാജിയുടെ ഫോൺ. കർത്താവേ, ആശുപത്രി ബില്ല് കൊടുക്കാൻ വല്ലത്. ഹലോ. എടാ കള്ള രാജ്യദ്രോഹി പാപ്പ, നീ കളിച്ച് കളിച്ച് ഇന്റർനാഷണൽ അതോ ലോകം അല്ലടാ. അയ്യോ സാറേ, എനിക്ക് ലാസറുമായിട്ടൊരു ബന്ധമില്ല. അവര് നമ്മളെ പിള്ളേരെ പിടിച്ചു വെച്ചപ്പോ. പിള്ളേരെ പിടിച്ചു വെച്ചാൽ നീ കള്ളനോട്ട് അടിക്കോ അല്ലടാ. അത് മാറിന്റെ കയ്യിൽ നോട്ടില്ലാത്ത ഈ കാലത്ത്. കള്ളനോട്ടോ? മര്യാദക്ക് നീ എവിടാന്ന് വെച്ചാ അവിടെ നിന്നോ. എന്നിട്ട് ഞാൻ വരുമ്പോ ആ കമ്മട്ടിപ്പാടം കമ്മട്ടവുമായിട്ട് കീഴടങ്ങി. എടാ, ആ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒറ്റമൂലിന്നും പറഞ്ഞ് മേടിച്ചത് കമ്മട്ടായിരുന്നു റവ്വേ. ഹലോ, അവൻ ഫോൺ ഓഫ് ചെയ്തു. ഗോവിന്ദാ സാർ, വണ്ടി അങ്ങോട്ട് ഒതുക്ക്. ഷാജിയേട്ട്, നമ്മൾ പോലും അറിയാതെ അധോലോകമായി മാറി കഴിഞ്ഞിരിക്കുന്നു ഷാജിയേട്ടാ. അധോലോകം എന്നാ ഇങ്ങനെ കഴിയുന്നത്? എന്റെ ഫോണാണ്. ഇതൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. അയ്യോ അയ്യോ, കർത്താവ് തന്നെ രാജ്യദ്രോഹി എന്നൊക്കെ. പാപ്പ, നമ്മളിത്ര ഇവിടത്തെ ഫേമസ് ആയ. കർത്താവേ, നമ്മളെ പോലീസ് പിടിക്കുന്നാണോ തോന്നുന്നത്. വണ്ടി എടുക്കും പാപ്പ. 50,000 ഒന്ന് നമ്മളെ പറ്റിച്ച് അവന്റെ എടുക്കുന്ന കമ്മട്ട് നമുക്ക് തിരിച്ചു മേടിക്കണം. നീ കുറെ പുരാവസ്തു ഉണ്ടാക്കിയിട്ടുണ്ടല്ലയോ. നിനക്ക് എന്തോ ഒരു അപ്പവും കടലക്കറിയും മേടിച്ചാൽ നടാ ഞാൻ. അയാളുണ്ടായാൽ മതിയായിരുന്നു അവിടെ.